ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ ചോദിക്കുകയാണ്, സർക്കാർ ഓഫീസിലുള്ള ആൾക്കാർക്ക് ഫയലൊക്കെ നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ അങ്ങനെയൊക്കെ ചോദിക്കാനല്ല, പത്രത്തിലൊക്കെ ഓരോന്ന് വായിക്കുന്ന കേട്ടിട്ട് ചോദിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ധർമ്മം പറയുന്നുണ്ട്, അതെ, അളിയനെ പോലുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആര്യനെ തല്ലുന്ന പോലെ ഒരു 5-6 അടി അടിക്കും, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാലൻ ദേഷ്യപ്പെട്ടിടാ, ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയണം, നീ തമാശ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. അതിന് ശേഷം ബാലൻ അവിടെ നിന്ന് പോകും കേട്ടോ. എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ ബാലന് കാര്യമായിട്ടെന്നൊക്കെ രാമേട്ടൻ ധർമ്മനോട് പറയുന്നുണ്ട്. ഇതേ സമയം അലോകിൻ്റെ പെണ്ണ് കാണാൻ പോയി വന്നിട്ട് എല്ലാവരും കൂടെ സംസാരിക്കുകയാണ്. എന്തായാലും പെണ്ണിൻ്റെ വീട്ടുകാർക്കും ചെക്കൻ്റെ വീട്ടുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട നിലയ്ക്ക് ഇനി ചടങ്ങുകളൊക്കെ വേഗം തന്നെ നടത്താലോ എന്നൊക്കെ പറയുകയാണ്. അതേ നന്ദിതെ, സ്വർണ്ണാഭരണങ്ങളൊക്കെ വേഗം തന്നെ ലോക്കറിൽ നിന്ന് എടുത്തോട്ടോ, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ചടങ്ങുകളൊക്കെ നടത്തണം, ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക് വരവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദിതയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇടാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണ് അലോകിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. മീനാക്ഷി ഓഫീസിൽ അയാൾ ഒളിഞ്ഞു നിന്ന് കേട്ട ആളാണ് കേട്ടോ വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അതേ മീനാക്ഷിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളൊരു വകയുണ്ട്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതെ, ഒരു പ്രധാനപ്പെട്ട ഫയൽ, മുഖ്യമന്ത്രി ഒപ്പിട്ടൊരു ഫയൽ മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് കാണാതെ പോയിട്ടുണ്ട്, മീനാക്ഷിക്ക് സസ്പെൻഷൻ കിട്ടുമെന്നാണ് തോന്നുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ അങ്ങനെ അലോക് വേഗം തന്നെ അവരോട് പറയുകയാണ്, അതെ, നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്, ഒരു സന്തോഷത്തിൻ്റെ കൂടെ വേറൊരു സന്തോഷം കൂടെ. എന്താണെന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷിക്ക് സസ്പെൻഷൻ കിട്ടാനുള്ള വഴിയുണ്ട്, കാരണം അവൾ മുഖ്യമന്ത്രി ഒപ്പിട്ട ഒരു ഫയൽ അവളുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ രാജശ്രീ പറയുന്നുണ്ട്, എന്തായിരുന്നു അവളുടെ ഒരു അഹങ്കാരം, അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറയുകയാണെ. ഇതേ സമയം മീനു ആകാശിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ആകാശ് കടയിലാണ്. അതെ മീനു, എന്താ കാര്യം? അത് എനിക്ക് സസ്പെൻഷൻ ഏതാണ്ട് ഉറപ്പായി ആകാശ് എന്ന് പറയുന്നത്. സസ്പെൻഷനോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലൻ ആകെ ഞെട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലൻ്റെ കാര്യം മനസ്സിലാവുകയാണേ. അതെ ആകാശ്, ഞാൻ ആകാശിനോട് ഈ കാര്യം ഒന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഫോൺ ചെയ്തത്, ശരി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ബാലനും രാമേട്ടനും ധർമ്മനൊക്കെ കൂടിയിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷിക്ക് സസ്പെൻഷൻ ഉറപ്പായി ആ ഫയൽ കാണാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ബാലനൊക്കെ ആകെ ഞെട്ടാണ് കേട്ടോ. ആണോ മോനെ ചോദിക്കണം. അതെ അച്ഛാ, മീനാക്ഷി ആകെ ടെൻഷനിലാണ്, ഞാൻ വിഷമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൾ ആകെ ടെൻഷനിലാണ് അച്ഛാ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മീനാക്ഷി ഇന്നേ വരെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടില്ല, എല്ലാവർക്കും വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, എത്ര കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു കാര്യം അവൾ ചെയ്യൂല, മാത്രമല്ല മറ്റുള്ളവർക്ക് നന്മ വരുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവൾ ചെയ്ത് തീർക്കുകയും ചെയ്യും. എന്നിട്ട് മീനാക്ഷിക്ക് ഇങ്ങനൊരു പ്രശ്നത്തിൽ വന്ന് പെട്ടല്ലോ എന്ന് നോക്കി ധർമ്മം പറയും, ആ ഫയൽ എടുത്ത് കൊണ്ടുപോയ ആൾക്കാരെ തലയിൽ ഇടുത്തി വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് ശപിക്കുകയാണെ. ബാലാണെങ്കിൽ പേടിച്ചും കണ്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ബാങ്കിലേക്കാണെന്ന് പറഞ്ഞ് പോരുകയാണെ. ഇതേ സമയം നന്ദിതയും അമ്മയും കൂടിയിട്ട് സ്വർണത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, സ്വർണ്ണാഭരണങ്ങൾ എടുക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണ്. എന്തായാലും ഇത് കൊടുക്കണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിത പറഞ്ഞു, എൻ്റെ മോളല്ലേ മിത്രയ്ക്ക് സ്വർണ്ണാഭരണം കൊടുത്തതിൽ എനിക്കൊരു കുറ്റബോധവും ഇല്ല അമ്മേ, പക്ഷേ അത് ലോക്കറിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ തുറന്നു പറയുന്നതല്ലേ നല്ലത്, തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണമംഗലത്താരും ദേവമംഗലത്താരും കൂടിയിട്ട് വലിയൊരു വഴക്കൊക്കെ ഉണ്ടാവും, ഒരു നല്ല കാര്യം നടക്കാൻ പോകല്ലേ ഈ വീട്ടിൽ എന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്ക് രാജശ്രീ വരികയാണ്. എന്താണ് രണ്ടുപേരും കൂടി സംസാരിക്കുന്നത്? ഒന്നുമില്ല, അത് വെറുതെ എന്തോ ഒരു കാര്യം സംസാരിക്കുകയായിരുന്നു, പക്ഷെ എന്നെ കണ്ടപ്പോൾ അത് മാറ്റിയെന്നുള്ളൂ എന്ന് പറയട്ടെ. അങ്ങനെ ഒന്നുമില്ല എന്ന് പറയട്ടോ. എന്തായാലും ഏട്ടത്തിൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഏട്ടത്തിൽ ലോക്കറിൽ കൊണ്ടുപോയിക്കുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ എവിടെ ഉണ്ടായതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ നന്ദിത പറഞ്ഞിട്ടുണ്ട്, അതിന് നമ്മൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പുണ്ടായിരുന്നില്ലല്ലോ, സംസാരം ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയാനെന്ന് പറയട്ടോ. അപ്പോൾ രാജശ്രീ പറയാണ്, എന്തോ ഏട്ടത്തിൻ്റെ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നന്ദിത പറയും, എൻ്റെ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ രാജശ്രീ സംശയിക്കൊന്നും വേണ്ടെന്ന് പറയും. അപ്പോൾ ശരി, എന്തായാലും ചേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്തായാലും സ്വർണ്ണം എടുക്കേണ്ടി വരും എന്ന് പറയാനേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഗോമതി പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ആകെ വിഷമിച്ച് ദേവി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഞാൻ കഴുകണം അമ്മയെ പാത്രം എന്നൊക്കെ ചോദിക്കുകയാണ്. വേണ്ട, ഞാൻ തന്നെ കഴുകിക്കോളാം, അമ്മ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഗോമതി പറയും, ഞാൻ ഇവിടെ തുണി അലക്കിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് കണ്ടുവിടെ ഞാൻ പാത്രം കഴുകുകയാണെന്ന്. ചില ആൾക്കാരുണ്ട് എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാലും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വീട് ചോദിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ദേവിയാണെന്നുണ്ടെങ്കിൽ ഒരു ചിരിയോട് കൂടിയിട്ട്, ഈ അമ്മയ്ക്ക് എപ്പോഴും തമാശയാണ്, എങ്ങനെ കിട്ടും അമ്മയ്ക്ക് ഈ തമാശകളൊക്കെ എന്നൊക്കെ പറയട്ടോ. തമാശയല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞത്, ഓരോരോ കാര്യങ്ങളെ. ഇപ്പോൾ മീനാക്ഷിയുടെ ഫയലിൻ്റെ കാര്യം തന്നെ നോക്ക്, എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണത്. ആ ഫയൽ നഷ്ടപ്പെട്ടില്ല, എന്തോരം ആൾക്കാരുടെ ജീവിതമാണ് അതുമൂലം ഇല്ലാണ്ടാവാം, ഒരുപാട് ആൾക്കാരുടെ ജീവിതമൊക്കെ ഉള്ള ഒരു ഫയലാണത്, ജീവിതം തകർന്നു പോകുന്ന ഫയലാണെന്നൊക്കെ പറയട്ടു. ഇത് കേൾക്കുമ്പോൾ മീനാക്ഷിക്കല്ല ദേവിക്ക് ആകെ പേടിയാവാണ്. ഇപ്പോൾ ദേവിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്.
എന്തായാലും ആ ഫയൽ എടുത്തു കൊണ്ടുപോയ ആളെ കരിമൂർക്കൻ ആടി ആടി വന്ന് കൊത്തും എന്ന് പറയുകയാണേ. ഇത് കേൾക്കുന്നതോട് കൂടിയിട്ട് ദേവി ആകെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അമ്മയ്ക്ക് എങ്ങനെ ഇത്രയും വലിയ വലിയ ശാപവാക്കുകളൊക്കെ കിട്ടുന്നത്? എവിടെ നിന്ന് അമ്മ ഇതൊക്കെ പഠിച്ചതാണോ? ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ പറഞ്ഞു പോകുന്നതല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ആ ഫയൽ എടുത്ത് മാറ്റിയത് എന്നൊക്കെ പറയാനിട്ട്. അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ ബാലൻ വരുന്നത്. ബാലൻ ഗോമതി എന്ന് വിളിക്കുമ്പോഴത്തേനും അതേ ബാലേട്ടൻ വന്നു. ഞാൻ പോട്ടെ എന്ന് പറയുമ്പോഴത്തേനും ദേവി പറയും, അയ്യോ അമ്മ ഈ പാത്രങ്ങൾ കഴുകും, ഞാൻ പൊക്കോളാം, അച്ഛൻ വന്നില്ലേ, ബാലച്ചൻ വന്നില്ലേ, എന്തായാലും അവിടെ ഇനി പണികളുണ്ടാവുന്ന പറഞ്ഞിട്ട് ഓടുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നീട് ബാലൻ വന്നു കണ്ടിട്ട് ദേവിനോട് പറയാണ്, നീ അറിഞ്ഞോ മീനാക്ഷിക്ക് എന്ത് സംഭവിച്ചെന്ന്? അപ്പോൾ ദേവി പറയും, ഇല്ല എന്ന് പറയും കേട്ടോ. അവൾക്ക് സസ്പെൻഷനാണ്, നാളെ തന്നെ അറിയാൻ പറ്റും അവൾക്ക് സസ്പെൻഷനാണെന്ന് പറയട്ടോ. അപ്പോൾ ദേവി നെഞ്ചത്ത് കൈവയ്ക്കണം. ഭഗവാനെ ദേവി എന്തേ കേൾക്കുന്നത്? നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിന്നോട് ഞാൻ പറഞ്ഞതില്ല ആ പേപ്പർ ഒന്ന് വായിച്ച് നോക്കാൻ. എനിക്ക് വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല, എന്തായാലും എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനൊന്നും അറിയില്ല. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ, നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ദേവി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ, ഇനി നീ മനഃപൂർവ്വമാണോ മീനാക്ഷിനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ബാലൻ ദേഷ്യപ്പെടുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഗോമതി വരികയാണ് കേട്ടോ. ഗോമതി വരുമ്പോൾ ഗോമതി ഓടി വന്നിട്ട്, ഞാൻ കേട്ടു, എല്ലാം ഞാൻ കേട്ടു എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും ബാലനും ദേവി ആകെ പേടിക്കുകയാണ് കേട്ടോ. ഗോമതിയും കൂടെ കാര്യം അറിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ഗോമതി പറയും, ഇവളെ ചോറ് കൊണ്ടുതരാത്തതിന് ഇവളെ വന്ന് വഴക്ക് പറയല്ലേ ബാലേട്ടൻ, അങ്ങനെ ഇപ്പം ഇവള് ചോറ് കൊണ്ടു തന്നിട്ട് തിന്നണ്ട. അപ്പോൾ ബാലൊരു ആശ്വാസം ആവട്ടോ, സത്യം കേട്ടിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ദേവിക്കാണെന്നുണ്ടെങ്കിൽ സന്തോഷം കേട്ടോ, എന്തായാലും അമ്മ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ബാലനോട് പറഞ്ഞത്, അതെ ഞാൻ വെച്ച് വിടുമ്പോൾ ആഹാരം മാത്രം നിങ്ങൾ ഇവിടെ വന്നിട്ട് കഴിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ ബാലൻ പറയും, അതെ നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു പാവാണ് എന്ന് പറയുമ്പോഴേക്കും ഗോമതി ആകെ സന്തോഷത്തിലാവും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, അതെ ഞാനിപ്പോൾ ഭക്ഷണം വിളമ്പാട്ടോ ബാലേട്ടന്. അതെ ഞാൻ കുളിച്ചിട്ട് വിളമ്പിയാൽ അതോ കുളിക്കാൻ മുമ്പ് വിളമ്പണോ? വേണ്ട നീ പോയിട്ട് നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് വായു, അതിനുശേഷം വിളമ്പിയാൽ മതി എന്ന് പറയും കേട്ടോ. അതിനുശേഷം വീണ്ടും ദേവിനെ വഴക്ക് പറയാൻ കേട്ടോ ബാലൻ. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കണം, എനിക്ക് മീനാക്ഷിയെ രക്ഷിക്കണം, അതേ നിവർത്തിയുള്ളൂ. എനിക്ക് നിന്നോട് നല്ല സ്നേഹ, പക്ഷെ അതുപോലെ തന്നെയാണ് എനിക്ക് മീനാക്ഷി മിത്രി, അവരോട് എനിക്ക് നല്ല സ്നേഹ, അവർക്കൊരു അബദ്ധം വരാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ രണ്ടാളും കൂടെ വന്നിട്ട് പുറത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ദേവി അവിടെ ഗാർഡനിലൊക്കെ നോക്കുന്നുണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ബാലൻ വരുമ്പോൾ ബാലൻ്റെ നെറ്റിയും ദേവി നെറ്റിയും കൂടെ കൂട്ടിമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലൻ്റെ നെറ്റിയിൽ ദേവി സിന്ദൂരാവുന്നുണ്ട്. അത് മായ്ക്കാൻ പോകുമ്പോൾ ബാലൻ പറയും, അതൊന്നും മായ്ക്കണ്ട, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അല്ല എൻ്റെ സിന്ദൂരം അതവിടെ ഇരിക്കട്ടെ, നീ ഈ കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി, നിനക്ക് ടെൻഷൻ അടിച്ചിട്ടൊന്നൊരു കാര്യം, നീ എത്രയും പെട്ടെന്ന് ആ നോട്ടീസ് കണ്ടെത്തിയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ബാലൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ കൃഷ്ണമംഗലത്തിൻ്റെ മതിലുമല ഇങ്ങനെ ചാരി നിന്നിട്ട് ഇങ്ങനെ, എൻ്റെ ദേവി എന്ത് ചെയ്യും ഞാനിങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് അവരുടെ ഗാർഡനിൽ ആ ഒരു പേപ്പർ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവി ബാലച്ചാന്ന് വിളിക്കും കേട്ടോ. അപ്പോഴേക്കും ബാലൻ ഓടി വരികയാണ്. എന്നിട്ട് എന്താ കിട്ടിയോ? കിട്ടി എന്ന് പറയട്ടോ. എവിടെ? അതെ ഇതേ അപ്പുറത്ത്. അയ്യോ ഇത് അവരുടെ പറമ്പിലല്ലേ, അതെങ്ങനെ നമ്മളെടുക്കും? ഞാൻ ചാടി എടുത്താലോ എന്ന് ചോദിക്കാനിട്ട്. അതൊന്നും വേണ്ട, നീ പോയിട്ട് ഒരു വലിയ കമ്പ് എടുത്തുകൊണ്ട് പോയോ, അവർ കണ്ടാൽ പ്രശ്നമാണ്, ഒരു വലിയ കമ്പ് എടുത്തുകൊണ്ട് പോവാ, എന്നിട്ട് നമുക്കത് എടുക്കാൻ നോക്കാമെന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.